അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ രാഷ്ട്രത്തിൻ്റെ, ഇന്ത്യയുടെ, ഭാരതത്തിൻ്റെ 79ാം ഇൻഡിപെൻഡൻസ് ഡേ ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ നമ്മളെ പരിപാടിയിലേക്ക് കിടക്കാമെന്ന് വിചാരിക്കുന്നു. ആഡ് ചെയ്യുന്നു. യെസ്. അപ്പോൾ മറ്റേ വാർത്തകളിലേക്ക് സ്വാഗതം. തുടങ്ങിക്കോളൂ. അപ്പോൾ പറഞ്ഞ പോലെ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം കേൾക്കാം കേൾക്കാം. അപ്പം ആരിഫ് ചോദിച്ചു ഇൻഡിപെൻഡൻസ് ഡേക്ക് എന്താ എനിക്ക് പറയാനുള്ളതെന്ന്. അപ്പം ഇപ്പം നടക്കുന്ന ഈ ഒരു എന്താണ് പറയുക, കണ്ടംപററി സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഇതാണ്. അതായത് നമ്മൾ സ്വാതന്ത്ര്യമാണല്ലോ ഇപ്പോൾ ആഘോഷിക്കുന്നത്. പക്ഷെ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഡെമോക്രസിയിലുള്ള വിശ്വാസമാണ്. അത് നഷ്ടപ്പെടുമ്പം എല്ലാത്തിൻ്റെയും അടിത്തറ തകരും. പിന്നെ അതൊരു ഷാം ഡെമോക്രസി ആയിട്ട് മാറും. അല്ലേ ആരിഫ്? അത് നമ്മളെപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്. ഡെമോക്രസിയിൽ ഇത് വേറെ എവിടെ നിന്നും ഔട്ട്സോഴ്സ് ചെയ്യുന്ന ഒരു സാധനമല്ല. ഇത് നമ്മൾ തന്നെയാണ് അത് താങ്ങി നിർത്തുന്നത്. അപ്പോൾ ആ ഒരു വിശ്വാസം ജനങ്ങൾക്ക് ഉണ്ടാവണം. നമുക്ക് അതിനകത്ത് വലിയൊരു പങ്കുണ്ട്. അത് അലൈവായിട്ട് നിലനിർത്താൻ നമുക്ക് വലിയ പങ്കുണ്ട് എന്നുള്ളത് നമ്മൾ വിശ്വസിക്കാത്ത കാലത്തോളം ഇത് ഇൻവോളണ്ടറി ആയിട്ട് നടക്കുന്നൊരു സാധനമാണെന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഡെമോക്രസി ചത്തു വീഴും. അതാണ് അതിൽ സംഭവിക്കുക. സോ നമ്മളിപ്പോൾ ഇന്ന് നമ്മളെപ്പോഴും പറയാറുള്ളത്, അല്ലെങ്കിൽ ഞാനെപ്പോഴും ഉയർത്തി വെക്കുന്നൊരു സെൻറ്റൻസ് എന്ന് പറയുന്നത് ഫ്രീഡം. നമ്മൾ ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോൾ ഫ്രീഡമാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ പറയുന്നുണ്ടെങ്കിൽ ഫ്രീഡം ഈസ് എ റെസ്പോൺസിബിലിറ്റി എന്നാണ് ഞാനെപ്പോഴും വിശ്വസിക്കുന്നത്. ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പം നമ്മളോട് ആളുകൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ സ്വതന്ത്ര ചിന്തകരാണ്, അപ്പം നിങ്ങൾക്ക് എന്ത് വേണേലും ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്ന ആളുകൾ നമ്മൾ കാണാറുണ്ട്. സ്വാതന്ത്ര്യം ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും ചെയ്യാം എന്നുള്ളതല്ല. ചെയ്യേണ്ടത് ചെയ്യുക, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാതിരിക്കുക, അത് കണ്ടറിഞ്ഞ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ബോധ്യമാണ് സത്യത്തിൽ ഈ ഫ്രീ തിങ്കിങ്ങിലൂടെയൊക്കെ നമുക്ക് കിട്ടുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഫ്രീഡത്തിൻ്റെയും ഉദ്ദേശം അത് തന്നെയാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം അതൊരു സ്വാതന്ത്ര്യം നേടി ഒരു സോവറിൻ കൺട്രി ആയിട്ട് മാറുമ്പോൾ അത് തോന്നിയ പോലെ എന്തും ചെയ്യാം. അത് സ്വന്തം ജനങ്ങളോടായാലും ശരി, പുറത്തുള്ള ആളുകളോടായാലും ശരി, അങ്ങനെ എന്തും ചെയ്യാമെന്നുള്ളതല്ല. അതിനകത്തൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അക്കൗണ്ടബിലിറ്റി ഉണ്ട്. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അവിടെ കടന്നു വരും. അത് ഉയർത്തി വെക്കുന്ന കാലത്തോളം മാത്രമാണ് നമുക്കൊരു രാജ്യം എന്നുള്ള നിലയ്ക്ക് നമുക്കൊരു എക്സിസ്റ്റൻസ് പോലും സാധ്യമാവുള്ളൂ. അപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന മറ്റു മൂല്യങ്ങൾ, ഇപ്പോൾ സെക്യുലറിസം ആയാലും ഡെമോക്രസി ആയാലും അതിനകത്തൊക്കെ നമുക്ക് ഉറച്ചു നിൽക്കാൻ കഴിയുള്ളൂ എന്നാണ് നമ്മൾ പറയുന്നത്. യെസ്. അപ്പം ഈ എന്താണ് പറയാ, ഈ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് സിറ്റിസൺസിനും ഉണ്ട്, അതുപോലെ നമ്മുടെ ലീഡേഴ്സിനും ഉണ്ട്, നമ്മുടെ ഓപ്പോസിഷനും ഉണ്ട്. എല്ലാവരും ഈ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ ഒരാൾ പറയണ കേൾക്കാം, ഖത്തം, ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയാ. ഇതുണ്ടാവുമെന്ന് ഞാൻ പറയാണ്. അപ്പൊ നമുക്ക് നേരെ ഇത് പറഞ്ഞ ഇദ്ദേഹത്തിന്റെ ഫസ്റ്റ് ന്യൂസിലേക്ക് പോയാലോ? നമ്മൾ ഇന്ന് ടൈറ്റിൽ ഇട്ടത് തന്നെ അതാണ്, വോട്ട് ചോറി. നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല എന്നുള്ളതാണ് ഒരു വലിയൊരു ആക്ഷേപം. നമുക്കിന്ന് അതിനെക്കുറിച്ച് പറയാം. എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇതിലേക്ക് നീക്കി വെച്ചു എന്നുള്ളതൊന്ന്. രണ്ട്, കുറേ കാര്യങ്ങൾ അതിനകത്ത് വെളിച്ചത്ത് വരാനുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കിക്കൊണ്ടിരുന്നൊരു സാധനം, ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റുകാർ നമ്മുടെ നാട്ടിൽ എന്ത് പറയുന്നു ഈ വിഷയത്തിൽ എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. അതാണ് നമ്മളുടെ ഒരു വലിയ പ്രതീക്ഷയായിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ കണ്ടു എന്താണെന്നുള്ളത്. എന്തായാലും ഇതിലേക്ക് കിടക്കുമ്പോൾ നമുക്കത് വിശദാക്കാം. യെസ്, തുടർന്നോളൂ. ഓക്കെ, നമുക്ക് നേരെ രാഹുൽ ഗാന്ധി, ഈ ഇഷ്യൂ എല്ലാവർക്കും അറിയാം. നേരെ ഇതിൽ ഇദ്ദേഹം ഉന്നയിച്ച മെയിൻ അലിഗേഷൻസിലേക്ക് പോവാം. വോട്ട് ചോരി അല്ലേ, വോട്ട് ചോരി. അദ്ദേഹം ആദ്യമായിട്ട് പറഞ്ഞത് കുറേ അധികം ഫേക്ക് വോട്ടേഴ്സിനെ ആഡ് ചെയ്തിട്ടുണ്ട് സിസ്റ്റത്തിലേക്ക്. പിന്നെ അൺനാച്ചുറൽ ആയിട്ട് ഇലക്ഷന്റെ തൊട്ട് മുൻപ് മില്യൺസ് ഓഫ് വോട്ടേഴ്സിന്റെ സർജ് ഉണ്ടായിട്ടുണ്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ. ഇതായിരുന്നു ഒരു മെയിൻ ആരോപണം. മഹാരാഷ്ട്രന്റെയും കർണാടകയിൽ നിന്നുള്ള എക്സാമ്പിൾസ് ആണ് ഇദ്ദേഹം കൂടുതലായിട്ടും എടുത്തുകൊണ്ട് വന്നിരുന്നത്. 5 മില്യൺ വോട്ടേഴ്സ് മഹാരാഷ്ട്രയിൽ ലോക്സഭ ഇലക്ഷന് തൊട്ട് മുന്നേ ആഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എൻട്രി നടന്നിട്ടുണ്ട്. പിന്നെ ബോഗസ് വോട്ടിംഗ്. അപ്പം ഇദ്ദേഹം ഒരു എക്സാമ്പിൾ പറയുന്നത് 80 പേര് ഒരേ ഒരു 1 BHK അപ്പാർട്ട്മെന്റിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലുള്ള പല ഇഷ്യൂസും, ഫാദറിന്റെ പേര് ശരിയല്ല, എല്ലാവർക്കും ഒരേ അഡ്രസ്സ്, പേരുകളിൽ തെറ്റുകൾ, അങ്ങനെ മൊത്തത്തിൽ ഡേറ്റ കൊളാണെന്നാണ് ഇദ്ദേഹം ഉന്നയിച്ച മറ്റൊരു വാദം.
പിന്നെ വേറൊന്ന് അദ്ദേഹം പറഞ്ഞത് ബീഹാറിൽ സ്പെസിഫിക് ആയിട്ട് ലെജിറ്റ് ആയിട്ടുള്ള വോട്ടേഴ്സിന് ചില പ്രത്യേക കോൺസ്റ്റിറ്റ്യുവൻസി ഗോപാൽഗഞ്ച് അങ്ങനെയുള്ള ഏരിയാസിൽ സ്പെസിഫിക് ആയിട്ട് കൂടുതൽ പേരെ ടാർഗറ്റ് ചെയ്ത് അവരെ റിമൂവ് ചെയ്യുന്നു, അവർ മരണപ്പെട്ടതായിട്ടൊക്കെ കാണിച്ചിട്ട് അവരെ റിമൂവ് ചെയ്യുന്നതായിട്ട് വേറൊരു അലിഗേഷൻ ഉണ്ടായിരുന്നു. പിന്നെ മറ്റൊന്ന് പറഞ്ഞത് ഇലക്ഷൻ ഇത് പോളിംഗ് ക്ലോസ് ആവാനാവുമ്പം വളരെയധികം ടേൺ ഔട്ട് ഉണ്ടെന്ന് കണ്ടു. പക്ഷെ അതിന് സപ്പോർട്ടിങ് എവിഡൻസ് CCTV മുതലായിട്ടുള്ള എവിഡൻസിൽ അതൊന്നും കാണാനുണ്ടായിരുന്നില്ല. അത് വേറൊന്ന്. പിന്നെ ഇതിന്റെ ഓവർ ആർച്ചിങ് ആയിട്ടുള്ള ഇഷ്യൂ ആയിട്ട് അദ്ദേഹം ബേസിക്കലി പറയുന്നത് ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയും റൂളിംഗ് BJP ഗവൺമെന്റും കൊള്യൂഡിംഗ് ആണ്, അവർ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്, ഇതൊരു ഇൻഡിപെൻഡന്റ് ബോഡി അല്ല എന്നുള്ള ഒരു പ്രതീതിയാണ് അദ്ദേഹം സൃഷ്ടിക്കുന്നത് ഈ അലഗേഷൻസിലൂടെ, അല്ലേ? യെസ്. അപ്പൊ നമുക്ക് ജസ്റ്റ് പിന്നെ നമ്മൾ ഈ വാർത്താ മാധ്യമങ്ങളിൽ ജസ്റ്റ് ഒന്ന് പറയാണ്, ഈ അടുത്ത് നടന്ന കുറേ ചർച്ചകൾ നമ്മുടെ മലയാള മീഡിയ സ്പെസിഫിക്കലി ഞാൻ കണ്ടിരുന്നു. അവരൊക്കെ വളരെ ഇമോഷണൽ ആയിട്ട് ആക്രോശിച്ച് ചർച്ച ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇദ്ദേഹം ഉന്നയിച്ച ഇഷ്യൂസിന്റെ ഫാക്ട്സ് തപ്പി പോവാണ് വേണ്ടത്, ഇതിൽ ഇമോഷണൽ ആവേണ്ട കാര്യം ഇല്ല. അപ്പൊ ഞാൻ ജസ്റ്റ് എല്ലാം ഒന്നും ഇല്ല. പിന്നെ എനിക്ക് ഒരു ഡിസ്ക്ലെയിമർ വെക്കാനുണ്ട്. ദിസ് ഈസ് ആസ് ഓഫ് യെസ്റ്റർഡേ, August 14. ഇതിൽ കൂടുതൽ തെളിവുകളും കൂടുതൽ ഇഷ്യൂസും വന്നിട്ടുണ്ടെങ്കിൽ ഇത് അപ്ഡേറ്റഡ് അല്ല. പിന്നെ ഇതിൽ ഫാക്ച്വൽ എറേഴ്സ് ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാട്ടോ, തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ. ഓക്കെ. ആദ്യത്തേത് ഇദ്ദേഹം പറഞ്ഞത് മഹാദേവ്പുര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഭയങ്കരമായിട്ട് വോട്ടർ റോളിൽ ഡിസ്ക്രിപ്പൻസി ഉണ്ടെന്ന്. അത് ആക്ച്വലി ശരിയാണ്, അവിടെ വളരെയധികം എറേഴ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആളുകളുടെ പേരുകളിലും അഡ്രസ്സുകളിലും ഒക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, അത് സബ്സ്റ്റാൻഷിയേറ്റഡ് ആണ്, അല്ലെ? പിന്നെ മറ്റൊരു ഇഷ്യൂ അദ്ദേഹം പറയുന്നത്, ഇതൊന്നും പ്രൂവ് ചെയ്യാനുള്ള ഡേറ്റ അത് ഇലക്ട്രോണിക് ആയിട്ടോ വീഡിയോ ആയിട്ടോ CCTV ദൃശ്യങ്ങളായിട്ടോ അവൈലബിൾ അല്ല, അതും സബ്സ്റ്റാൻഷിയേറ്റഡ് ആണ്. ഈ മൊത്തം പ്രോസസ്സ് ഭയങ്കര ഒപ്പേക്കാണ്, ഒരു സുതാര്യതയില്ല. അത് കാരണം ഈ നടത്തുന്ന ക്ലെയിമുകൾക്ക് ആക്കം കൂടുകയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം, പക്ഷേ ഇതും സബ്സ്റ്റാൻഷിയേറ്റഡ് ആണ്. ഓക്കെ. പിന്നെ അടുത്തത് എന്ന് പറയുന്നത് സിസ്റ്റമിക് ഫ്ലോസ് ഇൻ വോട്ടർ രജിസ്ട്രേഷൻ ആൻഡ് വെരിഫിക്കേഷൻ. ഓക്കെ, ഇതൊരു പുതിയ സംഭവമല്ല. നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ സെൽഫ് ഡിക്ലെയർ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എഴുതി കൊടുക്കുന്നതൊക്കെ തന്നെയാണ് ഈ സിസ്റ്റത്തിലേക്ക് പോകുന്നത്. അല്ലാതെ ഇത് വെരിഫൈ ചെയ്യാനുള്ള പ്രോസസ്സസ് ഒക്കെ കുറച്ച് ബ്രോക്കൺ ആണ്. പക്ഷെ അത് ഇവിടെ ഞാനിത് പാർഷ്യലി പ്രൂവ്ഡ് എന്ന് പറയാൻ കാരണം, ഇത് മെലീഷ്യസ് ഇന്റന്റോട് കൂടി ഫ്ലോസ് വരുത്തിയതാണോ അല്ലെങ്കിൽ സിസ്റ്റം ഈസ് നോട്ട് എഫിഷ്യന്റ്, അത് കാരണം ഫ്ലോസ് ഉണ്ടായത് ആണോ എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു, അല്ലെ? പക്ഷെ അദ്ദേഹം പറയുന്നത് ഇതൊക്കെ ഫ്ലോസ് വേണമെന്ന് വെച്ചിട്ട് ഒരു പ്രത്യേക പാർട്ടിനെ വിജയിപ്പിക്കാനായിട്ട് ഫ്ലോസ് ഉണ്ടാക്കിയതാണ് എന്നുള്ള ക്ലെയിം നോട്ട് സബ്സ്റ്റാൻഷിയേറ്റഡ്, അല്ലെ? അതിലാണ് ഇപ്പോൾ ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇടപെടുന്നതും. പിന്നെ ഇതിൻ്റെ ക്രിറ്റിക്സ് ഈ ഒരു വിഷയത്തിൽ ഒരു മറുവാദം ഉന്നയിക്കുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട പോയിന്റും അത് തന്നെയാണ്. അതെ. പിന്നെ മൂന്നാമത്തെ ഇത് കുറെ ഉന്നയിക്കുന്ന ഒരു സ്പെസിഫിക് കേസാണ് ശകുൻ റാണി എന്ന് പറഞ്ഞ 70 വയസ്സായ സ്ത്രീ. അവർ 2 തവണ വോട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ പേര് 2 പ്രാവശ്യമായിട്ട് ഉണ്ട്. പക്ഷെ അവർ 2 തവണ വോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് രാഹുൽ ഗാന്ധി അലജ് ചെയ്തത്. പക്ഷെ ECI ഇത് മാത്രം എടുത്തിട്ട് എൻക്വയർ ചെയ്തിട്ട് അവർ 2 തവണ വോട്ട് ചെയ്തിട്ടില്ല, അവർ 1 തവണയെ വോട്ട് ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് റെഫ്യൂട്ട് ചെയ്യാണ്ടായത്. ഇതിൽ മൾട്ടിപ്പിൾ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്തത്, അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത എവിഡൻസ് പോളിംഗ് ഓഫീസർ ഇതല്ല, അതൊരു ബൂത്ത് ഏജന്റോ അങ്ങനെ വേറെ പോളിംഗ് ഓഫീസർ അല്ലാത്ത ഒരു ആളുടെ എവിഡൻസ് ആണ് അദ്ദേഹം പ്രസന്റ് ചെയ്തത്. അപ്പൊ ECI പറയുന്നത് ഇദ്ദേഹം പ്രസന്റ് ചെയ്ത എവിഡൻസ് എടുക്കാൻ പറ്റില്ല, അത് പോളിംഗ് ഓഫീസർ ഇതല്ല എന്ന് പറഞ്ഞത് സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ വേറെ ഞാനിതിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ കാരണം, ഇതിലെ അന്വേഷണം കുറച്ച് സംശയാസ്പദമായിരുന്നു. കാരണം അവര് ഒരിക്കലും സമ്മതിക്കൂലല്ലോ ഞാൻ 2 തവണ വോട്ട് ചെയ്തിട്ടുണ്ടെന്ന്. ഇനി ചിലപ്പോൾ അവര് 2 തവണ വോട്ട് ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ അവരുടെ പേരിൽ വേറെ ആരെങ്കിലും വോട്ട് ചെയ്തിട്ടുണ്ടോ? പ്രശ്നം എന്താ വെച്ചാൽ ഇതന്നെ, ഇത് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം ഇല്ല. അതിന്റെ CCTV ഒക്കെ നഷ്ടപ്പെട്ടു പോയി. 45 ദിവസത്തിന് ശേഷം ഫുട്ടേജ് നഷ്ടപ്പെടും. അപ്പൊ അത് കാരണമുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ഇനി അത് പ്രൂവ് ചെയ്യാനായിട്ട്. അപ്പൊ ഇത് ഞാൻ റെഫ്യൂട്ട് ചെയ്തെന്നുള്ളത് ഫുള്ളായിട്ട് നമ്മൾ അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അതിൽ കൂടുതൽ തെളിവുകൾ ആവശ്യമുണ്ട്. അവർ വോട്ട് ചെയ്തിട്ടില്ലായിരിക്കാം, അല്ലെ? പിന്നെ അവർ പറയുന്നത് നമുക്ക് മുഖവിലേക്ക് എടുക്കാൻ പറ്റൂല. പിന്നെ അതുപോലുള്ള വേറൊരു കേസാണ് ഈ ആദിത്യ ശ്രീവാസ്തവ എന്ന് പറഞ്ഞ ആള് 3 സ്ഥലങ്ങളിൽ പോയി വോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ശരിക്കും അൺസബ്സ്റ്റാൻഷിയേറ്റഡ് ആണ്.
കാരണം ഇത് ഓൾറെഡി ഇദ്ദേഹം ഉന്നയിക്കുന്നതിന് മുന്നത്തെ ഇത് പഴയ ഡേറ്റയാണ്, അത് ഓൾറെഡി റെക്ടിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നത്തെ റിവ്യൂ പ്രകാരം. സോ ദിസ് ഹാസ് ബീൻ ഡിസ്ക്രെഡിറ്റഡ്. പിന്നെ ഇതിന്റെ കൂടെ ഇതെല്ലാം കൂടി നടക്കുമ്പോൾ ഈ വെബ്സൈറ്റ് പെർപ്പസ്ഫുള്ളി ഡൗൺ ആയിരുന്നു, ഇതിൽ നിന്ന് പല ഇൻഫർമേഷനും കിട്ടുന്നില്ല, അതെല്ലാം കൂടി വേണമെന്ന് വെച്ചിട്ട് ഈ വെബ്സൈറ്റിനെ ഡൗൺ ആക്കിയതാണ് എന്നുള്ള തരത്തിലുള്ള അലിഗേഷൻസ്, അതും അൺപ്രൂവൺ ആണ്. അതൊക്കെ വെറുതെ പറയാം, അങ്ങനെ നമുക്ക് തെളിവൊന്നുമില്ല, അതുകൊണ്ട് അത് എടുക്കാൻ പറ്റൂല. പിന്നെ ബീഹാറിൽ ഹയർ ഡിലീഷൻ റേറ്റ്സ് പ്രൂവ്ഡ് ആണ്. മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബീഹാറിൽ ചില കോൺസ്റ്റിറ്റ്യുവൻസിൽ ഡിലീഷൻസ് കൂടുതലാണ്. പിന്നെ മരിച്ചു എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ശരിക്കും ജീവനോടൊക്കെ ഉണ്ട്. പക്ഷെ ഇതിന്റെ പോയിന്റ് ഇത് തന്നെയാണ്, ഇത് വേണമെന്ന് വെച്ചിട്ട് തന്നെ ഡിലീറ്റ് ചെയ്തതാണോ അല്ലെങ്കിൽ അത് തെറ്റായിട്ട് അങ്ങനെ വന്നു പോയതാണോ ഈ സിസ്റ്റത്തിൽ എന്നുള്ളത് ശരിക്കും നമുക്കറിയില്ല. അത് ഇനിയും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ ഇതില് പ്രശ്നം എന്താ വെച്ചാൽ ഇദ്ദേഹം ഉന്നയിക്കുന്ന ചില എക്സാമ്പിൾസ് ഒക്കെ കറക്റ്റ് ആണ്, അതിൽ പ്രശ്നങ്ങൾ ഉണ്ട്. പക്ഷെ ഈ പ്രശ്നങ്ങൾ ഇന്നലെ ഉണ്ടായതാണോ അല്ലെങ്കിൽ പണ്ട് മുതലേ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടോ, കോൺഗ്രസ് ഭരണത്തിൽ വന്നപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളതൊക്കെ വാലിഡ് ക്വസ്റ്റ്യൻസ് അല്ലേ ആരിഫ്? അതെ അതെ അതെ, അതിലേക്ക് നമുക്ക് വരാം. അതിന്റെ സെക്കൻഡ് പാർട്ട് അതാണ്. വരാം അല്ലേ. ഓക്കെ. പിന്നെ ഇത് ഇന്നലെ വന്ന എന്തോ ആറ്റം ബോംബ് എന്ന് പറഞ്ഞതാണ്. ഇത് ഞാൻ ഇന്ത്യ ടുഡേയിലാണ് ഇത് കണ്ടത്. അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് 70 സീറ്റുകൾ 50,000 കുറവ് മാർജിനിലാണ് തോറ്റത്, അതൊക്കെ ഇനി പരിശോധിക്കണം, BJP ശരിക്കും വിന്നർ അല്ല. പക്ഷെ ഇന്ത്യ ടുഡേന്റെ ആ റിപ്പോർട്ടർ പറയുന്നത് BJPക്കാണ് കോൺഗ്രസിനെക്കാട്ടും കൂടുതൽ സീറ്റുകളിൽ സ്ലിം മാർജിനിൽ, അതായത് നേരിയ മാർജിനിൽ BJP ആണ് കൂടുതൽ സ്ഥലങ്ങളിൽ ജയിച്ചത്. അപ്പം രാഹുൽ പറയുന്നത് അതും ശരിക്കും കറക്റ്റ് അല്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ BJPക്കാണ് ഇതിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ BJP ആയിരുന്നു പല സ്ഥലങ്ങളിലും കൂടുതൽ മാർജിനിൽ ജയിക്കേണ്ടിയിരുന്നത്. അപ്പം ഇതൊക്കെ ഇങ്ങനെ പറയാം ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട്. ഒന്നോ രണ്ടോ എക്സാമ്പിൾസ് മൂപ്പര് പറഞ്ഞതിൽ കറക്റ്റ് ആയിരുന്നു. അപ്പം മൊത്തത്തിലൊരു ഇഷ്യൂ ഉണ്ടാക്കാം. അപ്പൊ അതിൽ ഞാൻ ലാസ്റ്റ് പോയിന്റിലേക്ക് വരുന്നത്, ഇതെല്ലാം കൂടി പറഞ്ഞിട്ട് ചില വാലിഡ് എക്സാമ്പിൾസ് ഉണ്ട്, ശരി തന്നെ. പക്ഷെ ഇതെന്ന് പറയുന്നത് ഡെലിബറേറ്റ് ഫ്രോഡ് ആൻഡ് കൊല്യൂഷൻ ബിറ്റ്വീൻ ഗവൺമെന്റ് ആൻഡ് ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഇത് പ്രൂവൺ അല്ല അല്ലെ? അതിലാണ് വന്ന് നിൽക്കുന്നത്. ഓക്കെ, മുട്ടി നിൽക്കുന്നത് അവിടെയാണ്. അതെ. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യന്റെ റെസ്പോൺസും ചില സമയത്ത് കുറച്ചുകൂടി നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യാമായിരുന്നു എന്ന് തോന്നി. കാരണം ഇദ്ദേഹം ഉന്നയിച്ചു, അപ്പൊ അഫിഡവിറ്റ് ചോദിക്കുകയാണ് ചെയ്യുന്നത്. ശരിയാണ്, അതൊരു പ്രോസസ് ആയിരിക്കാം. പക്ഷെ വാട്ട് ഈസ് അറ്റ് സ്റ്റേക്ക്, എന്താണ് നമ്മൾ ഇതൊക്കെ ഈ ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ ഒരു സംശയത്തിന്റെ നിഴലിൽ നമ്മുടെ ഡെമോക്രാറ്റിക് പ്രോസസ്സ് വരുമ്പോൾ അഫിഡവിറ്റ് ചോദിക്കുന്ന ഹലോ പറഞ്ഞോളൂ. ഈ അഫിഡവിറ്റ് ചോദിക്കുന്നതിനെക്കാട്ടും നല്ലത് ഈ കേസുകൾ സ്വയമേ അന്വേഷിച്ച് അത് തെളിയിക്കുന്നതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അത് ഞാൻ ഇതിന്റെ ലീഗൽ എക്സ്പേർട്ട് അല്ല, അതുകൊണ്ട് എനിക്ക് അറിയില്ല. ചിലപ്പോൾ അവർ അതുണ്ടെങ്കിൽ മാത്രമേ നോക്കുള്ളായിരിക്കും. ഓക്കെ. പിന്നെ ഇദ്ദേഹം കൊടുത്തത് ജസ്റ്റ് പിക്ക് ആൻഡ് ചൂസ് ചെയ്തിട്ട് അത് അവർക്ക് കൂടുതൽ അന്വേഷിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ BJP പല കൗണ്ടർ ക്ലെയിംസും വെച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ ഇത്രയും കാലം എന്ത് ചെയ്യായിരുന്നു, ഇതേ ലിസ്റ്റ് തന്നെയല്ലേ നിങ്ങൾ പല സ്റ്റേറ്റ് ഇലക്ഷൻസിലും ഉപയോഗിച്ചത്, അന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? 45 ദിവസം വരെ ഫുട്ടേജ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഹൈ വോട്ടർ ടേൺ ഔട്ട് ഉണ്ടായ സ്ഥലങ്ങളിൽ, അപ്പോൾ അതൊരു സംശയാസ്പദമായിട്ട് നിങ്ങൾക്ക് അന്ന് തന്നെ കാണാമായിരുന്നല്ലോ. അന്ന് നിങ്ങൾ എന്തുകൊണ്ട് ഉന്നയിച്ചില്ല? ഇപ്പോൾ എന്തുകൊണ്ട് മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ട് വലിയൊരു ഇഷ്യൂ ആക്കുന്നു? അതും ഒരു വാലിഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ ആകെ മൊത്തത്തിൽ ഇതൊരു പ്രൊട്ടസ്റ്റിലേക്കും പലതരത്തിലുള്ള മൊബിലൈസേഷനിലേക്കും നീങ്ങാണ് ചെയ്യുന്നത്. ഓക്കെ. ഇനി എനിക്ക് ഈ 3 പോയിന്റിലാണ് പറയാനുള്ളത്. പക്ഷെ ഈ കേസസിനെ പറ്റി എന്തെങ്കിലും ആരിഫിന് എന്താ പറയാനുള്ള? ആൾക്കാർക്ക് അത് കേൾക്കാനായിരിക്കും താല്പര്യം. ഞാൻ പിന്നെ ഇതിൽ 3ലേക്ക് അല്ല, ഇത് കംപ്ലീറ്റ് ചെയ്യാം എന്നിട്ട് പറയാം, അതായിരിക്കും നല്ലത്. ഓക്കെ. അപ്പം എനിക്ക് തോന്നുന്നത് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് 3 ഏരിയാസ് ആണ്. ഒന്നാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഈ ഡേറ്റ ട്രാൻസ്പെറന്റ് അല്ല, ഈ മൊത്തം പ്രോസസ്സ് സുതാര്യമല്ല. എവിഡൻസ് ചോദിക്കുമ്പോൾ അവർ കൊടുക്കുന്നത് PDF ഡോക്യുമെന്റ്സ്, അത് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റാത്ത PDF ആണ് കൊടുക്കുന്നത്, ഒന്നും ഡിജിറ്റൈസ്ഡ് അല്ല. പിന്നെ ഈ CCTV 45 ദിവസം കഴിയുമ്പോൾ നഷ്ടപ്പെടുന്നു. പിന്നെ എന്തോ ഒരു വിമുഖത, ഈ മെഷീൻ റീഡബിൾ ഫോർമാറ്റിലേക്ക് മാറാനുള്ള ഒരു വിമുഖത മൊത്തത്തിൽ കാണുന്നു. ഈ ഒപ്പേസിറ്റി കാരണം ആൾക്കാരുടെ ട്രസ്റ്റ് ആണ് പോകുന്നത് പ്രോസസ്സിലുള്ള. പിന്നെ നമ്മൾ എപ്പോഴും പറയുമല്ലോ, നമ്മളെ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ടെക്കീസ് ഉള്ളത്. ആക്ച്വലി കൈപ്പള്ളി ഈ വിഷയത്തിൽ തന്നെ ഒരു ലൈവ് ചെയ്തിരുന്നു, അദ്ദേഹം പറയണ്ടായി. നമുക്ക് ഇത്ര അധികം ടെക്കീസ് ഒക്കെ ഉണ്ടെങ്കിൽ, നമുക്ക് ഇതിൽ ഒരു വിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ.
ഇതൊക്കെ ഡിജിറ്റൈസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഒരാൾ ഒരു വെറുതെ ഒരു അലിഗേഷൻ ഉന്നയിക്കുമ്പോൾ അപ്പൊ തന്നെ നമുക്ക് 2 മിനിറ്റ് കൊണ്ട് എടുത്തു കൊടുക്കാവുന്നതേ ഉള്ളൂ ഈ എവിഡൻസ്. ഇതൊക്കെ പഴയ കാലത്തെ ഇതും വെച്ചിരുന്നിട്ട് കാര്യമില്ല. അതിന്റെയൊക്കെ എന്താണ് പറയാ റിപ്പർക്കഷൻസ് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ജനാധിപത്യത്തിലുള്ള ആ ഒരു വിശ്വാസം നഷ്ടപ്പെടുകയാണ്. അപ്പൊ എന്താണ് ട്രേഡ് ഓഫ്? അതിന് കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരും, പക്ഷെ അത് ചെയ്യാം അല്ലെ? അപ്പൊ എന്തിനാണ് അത് റെസിസ്റ്റ് ചെയ്യുന്നത്? അതിപ്പോ ഏത് ഗവൺമെന്റ് ആണെങ്കിലും, ഞാൻ BJP പ്രത്യേകമായിട്ട് പറയുന്നില്ല, ഈ പ്രോസസ്സ് സുതാര്യമല്ല. ഓക്കെ. പിന്നെ രണ്ടാമത്തത് അഗൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇത് ഒരു പുകമറ ഇങ്ങനെ സൃഷ്ടിച്ചിട്ട് പക്ഷെ എന്താ സംഭവിക്കുന്നത്? ബയസ് ഉണ്ട്. അതായത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യനെ വിശ്വസിക്കാൻ പറ്റൂല എന്ന് ഉള്ള ഒരു പ്രതീതിയാണ് ഈ അലിഗേഷൻസ് കൊണ്ട് വരുന്നത്. അപ്പൊ അതിന് ഇന്ധനം ഒഴിക്കാനായിട്ട് ഈ 2023 നിയമം മാറ്റിയിട്ട് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ റിമൂവ് ചെയ്യുകയും ഒരു ക്യാബിനറ്റ് മന്ത്രി ആ സിലക്ഷൻ കമ്മിറ്റിയിലേക്ക് വരികയും ചെയ്തു. അതുകൂടി ആവുമ്പം ഈ മൊത്തത്തിൽ ഇത് ബയസ്ഡ് ആണ് എന്നുള്ള ആ ഒരു പോയിന്റിന് ആക്കം കൂടുകയാണ് ചെയ്യുന്നത് അല്ലെ? അവിടെയാണ് കൂടുതൽ ട്രസ്റ്റ് നഷ്ടപ്പെടുന്നത്. പിന്നെ ഇത് വേറെ ഒന്നെന്ന് പറഞ്ഞാൽ ഇതൊക്കെ മാനുവലാണ്. നേരത്തെ പറഞ്ഞ പോലെ സെൽഫ് ഡിക്ലെയർഡ് ആണ്. ഇതൊന്നും വെരിഫൈ ചെയ്യുന്നില്ല. എന്തൊക്കെയോ എഴുതി വിടുക, അച്ഛന്റെ പേരും അതൊന്നും അഡ്രസ്സ് ഇതൊന്നും വെരിഫൈ ചെയ്യാതെ. പിന്നെ ഇതിന്റെ ജസ്റ്റിഫിക്കേഷൻ പറയുന്നത് 97 കോടി വോട്ടേഴ്സ് ഉണ്ട്. സോ വാട്ട്? ഇതിന്റെ കാട്ടിയൊക്കെ എത്രയോ ബിഗ് ഡേറ്റ ഒക്കെയാണ് ആൾക്കാർ ഡീൽ ചെയ്യുന്നത്, ഈവൺ ഇൻ ലൈക്ക് കോർപ്പറേറ്റ് കമ്പനീസ്. അപ്പൊ ഇതൊന്നും ഒരു ഇതല്ല. പിന്നെ പ്രൈവസി കൺസേൺസ് എന്നൊക്കെ പറയുന്നു, അത് ഇതിനെപ്പറ്റി മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. പ്രൈവസി കൺസേൺസ് ഉണ്ടെങ്കിൽ ഈ ഡേറ്റ ഒക്കെ ഒബ്ഫസ്കേറ്റ് ചെയ്ത് പ്രൈവസി ഒക്കെ സംരക്ഷിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ആ ഒരു ടെക്നോളജീന്റെ ആ ഒരു വിഷനും അതിനുള്ള ഒരു സന്നദ്ധത ഇല്ലാത്തത് കാരണമാണ് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. ഇതൊക്കെ കറക്റ്റ് ചെയ്യേണ്ട സംഭവങ്ങൾ തന്നെയാണ്. ഇദ്ദേഹത്തിന്റെ അലിഗേഷൻസിന്റെ മെറിറ്റിലേക്കും ഡിമെറിറ്റിലേക്കും പോണം, പക്ഷെ ഇത് ഇഷ്യൂസ് തന്നെയാണ് നമ്മുടെ രാജ്യത്തുള്ള. ടെക്നോളജിയുടെ അത്തരം സംഭവങ്ങളൊക്കെ അതൊരു ലേം എക്സ്ക്യൂസ് ആയിട്ട് മാറും. അതാണ് സംഭവിക്കുന്നത്. ഒരു വാലിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഇതൊക്കെ ഒരു എക്സ്പെൻസ് ആയാലും ശരി, ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എന്ത് സാധനം ചെയ്യുന്നതായാലും ശരി, ഇത് എന്താ പറയുക, ഫൈനലി അൾട്ടിമേറ്റ്ലി ഇത് ജനാധിപത്യത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ്. അതിന് ചിലവ് വരികയാണെങ്കിൽ ആ ചിലവ് നമ്മൾ വഹിക്കുക തന്നെയാണ് വേണ്ടത്. ഇതാണ് നമ്മൾ അതിൽ പറയുന്നത്. ഇപ്പോൾ വോട്ടിൻ്റെ കാര്യം പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് ഇടയ്ക്കിടയ്ക്ക് വോട്ട് ചെയ്യുമ്പോൾ അത് വലിയ ചിലവാണെന്ന് പറയുമ്പോൾ ശരിയാണ്, ചിലവൊക്കെയാണ്. പക്ഷേ അത് ഒരു വോട്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ സത്യത്തിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്നുള്ളതാണ് ഒരു കാര്യം. കാരണം അത് നമ്മളുടെ വോട്ടിംഗ് സിസ്റ്റം ഒരു കാലത്ത് ഒന്നായിരുന്നു, ഒരു സമയത്തായിരുന്നു സ്റ്റേറ്റും സെൻറ്ററും ഒക്കെ നടന്നത്. പക്ഷേ ആളുകൾ മരിക്കുകയും പിന്നെ കാലക്രമേണ അത് ഡിസ്റ്റൻറ്റ് ഒരു ഗ്യാപ്പ് ഇങ്ങനെ വന്ന് വരികയാണ് ചെയ്യുക. അങ്ങനെയാണ് ഇത് രണ്ടായിട്ട് മാറുന്നത്. അപ്പോൾ ഇത് ഒന്നാക്കുക എന്നൊക്കെ പറയുമ്പോൾ അവിടെ അവർ പറയുന്ന ആ റീസൺ, ചിലവ് ചുരുക്കാൻ എന്ന് പറയുന്ന റീസൺ, സത്യത്തിൽ അതൊരു നല്ല റീസൺ അല്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതെ അതെ. അപ്പം ഇതില് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് 2 തരത്തില് ട്രസ്റ്റ് നഷ്ടപ്പെടുകയാണ്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂളിംഗ് പാർട്ടിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ECI സെലക്ഷൻ കമ്മിറ്റി അപ്പോയിന്റ്മെന്റ്സ് കാരണം ആൾക്കാർക്ക് ഇത് ട്രസ്റ്റ് ചെയ്യാൻ പറ്റൂല എന്നുള്ള ഒരു സ്ഥിതി ഉണ്ടാവുന്നു. അതൊരു പ്രശ്നം. അതിൽ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നു. പിന്നെ നമ്മുടെ ഓപ്പോസിഷൻ ഇതുപോലെ ചെറി പിക്ക് ചെയ്ത് കേസുകൾ കൊണ്ടുവരിക, എന്നിട്ട് വൈഡ് സ്പ്രെഡ് ആയിട്ട് പ്രോബ്ലംസ് ഉണ്ടെന്ന് വരുത്തുക അല്ലെ? ഇത് ശരിക്കും ഒരു ഇത് നമ്മളെ BJP ഈ ചെറി പിക്ക് ചെയ്ത കേസുകൾ ശരിയാണെങ്കിൽ തന്നെ അതൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ BJP അധികാരത്തിൽ വരൂല, അല്ലെങ്കിൽ വരില്ലായിരുന്നു എന്നൊന്നും പറയാൻ മാത്രമുള്ള എവിഡൻസ് ഇല്ല. അപ്പൊ ഈ സസ്പീഷൻ ഉണ്ടാക്കുക, എന്നിട്ട് ക്രെഡിബിലിറ്റി ഇൻ ദ ഡെമോക്രാറ്റിക് പ്രോസസ്സ് നഷ്ടപ്പെടുത്തുക ആണ് ഈ മൊത്തം എക്സർസൈസ് കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇവർ അലിഗേഷൻസ് ഉന്നയിക്കുന്നവര് കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആയിട്ട് അത് ചെയ്യണം. മറ്റേ ഭാഗത്തുള്ളവര് അവര് ഉന്നയിക്കുന്നത് എന്താണെങ്കിലും അത് അതിന് മെറിറ്റിലെടുത്ത് അഡ്രസ്സ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇതിൽ ഈ നമ്മളുടെ എന്താണ് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ SIR എന്ന് പറയുന്ന ഒരു സംഗതിയെ കുറിച്ച് നോക്കിയിരുന്നു. ബീഹാറിൽ അവിടെയാണ് ഡിലീഷൻസ് ഉണ്ടായത്. അപ്പൊ ഗോപാൽഗഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അതായത് കോൺഗ്രസിന് മുൻതൂക്കം ഉള്ള സ്ഥലങ്ങളിലാണ് അവിടെ SIR ഡിസ്പ്രൊപ്പോർഷനേറ്റ്ലി റിമൂവ് ചെയ്തു എന്നതാണ് ക്ലെയിം. പക്ഷെ അത് തെളിയിക്കപ്പെട്ടിട്ടില്ല അങ്ങനെ റിമൂവ് ചെയ്തിട്ടുണ്ടോ. പക്ഷെ അതൊരു റൂട്ടീൻ പ്രോസസ്, റൂട്ടീൻ റിവിഷൻ ആണെന്നാണ് മറ്റേ ഭാഗം പറയുന്നത്. അത്രേ എനിക്ക് കണ്ടെത്താൻ പറ്റിയുള്ളൂ. അപ്പോൾ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഈ SIR എന്ന് പറയുന്ന സംഗതി, അതിൻ്റെ ഉദ്ദേശം അവർ പറയുന്നത് ഇത് ശുദ്ധീകരിച്ചെടുക്കുക, ഈ പറയുന്ന വോട്ടേഴ്സ് ലിസ്റ്റും അതുപോലെയുള്ള സംഗതികളൊക്കെ ശുദ്ധീകരിക്കുക എന്നുള്ളൊരു ലക്ഷ്യം അവിടെ വെക്കുമ്പോൾ
അതിനെ രാഹുൽ ഗാന്ധി ഓപ്പോസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വശത്ത് ഈ ആരോപണം ഉന്നയിക്കുകയും മറുവശത്ത് അതിന് വേണ്ടിയിട്ടൊരു സംവിധാനം ഇലക്ഷൻ കമ്മീഷൻ തന്നെ മുന്നോട്ട് വെക്കുമ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യുകയും കൂടി ചെയ്യാന്ന് പറയുമ്പോൾ അവിടെയാണ് ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് അവിടെ വരുന്നത്. അതാണ് ഇപ്പോൾ ഈ കാണുന്നത് വാട്ട് ഈസ് SIR. ഇത് കണ്ടിട്ടുണ്ടാവും, ഇത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇതിലൂടെ ഒരു ക്ലീനിങ് അപ്പ് ദ വോട്ടേഴ്സ് ലിസ്റ്റ് ഫോർ എ ഫെയർ ഇലക്ഷൻ, ഇതാണ് ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വെക്കുന്ന ഒരു സംഗതി. അപ്പോൾ അതിൽ കാണാം എന്താണ് വൈ ഇറ്റ് ഹാപ്പൻസ്. അപ്പോൾ ക്ലീനിങ് അപ്പ് ദ വോട്ടേഴ്സ് ലിസ്റ്റ് ഫോർ എ ഫെയർ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനം ഡിറ്റക്ടിങ് ഫേക്ക് വോട്ട്സ്, ഡ്യൂപ്ലിക്കേറ്റ് എൻട്രീസ്, അതുപോലെ റോങ് അഡ്രസ്സസ്, നെയിം ഓഫ് പീപ്പിൾ ഹൂ മൂവ്ഡ് ഓർ പാസ്ഡ് അവേ. ഇപ്പോൾ ഞാൻ എൻ്റെ അഡ്രസ്സ് ചേഞ്ച് ചെയ്തപ്പോൾ എൻ്റെ വോട്ടേഴ്സ് ലിസ്റ്റ് ഞാൻ പേര് രണ്ടാമത് ചേർക്കുന്നത് വേറൊരു വഴി കൂടെയാണ് മീൻസ് ഓൺലൈനിലൂടെയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ചേർക്കുമ്പോൾ ഓൺലൈനിലൂടെ ആയതുകൊണ്ട് അത് ഷിഫ്റ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസി എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന ഏതാണോ അത് അവിടെ ഡിലീറ്റ് ആവുകയും പുതിയത് ചേർക്കപ്പെടുകയും ചെയ്യും. ഇത് ഓൺലൈനിൽ ചെയ്യുമ്പോൾ സംഭവിക്കും. പക്ഷേ ഇത് മാനുവലി ആണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് മാനുവലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും ഈ ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേട് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ മടി കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഒമിഷൻ കൊണ്ടോ ഈ സാധനം മറ്റേ സ്ഥലത്ത് അപ്ഡേറ്റ് ആവില്ല, പലപ്പോഴും അതാവില്ല. പിന്നെ ഈ ഓൺലൈനായിട്ട് അധികം നാളായിട്ടില്ല എന്ന് തോന്നുന്നു, ഈ അടുത്തൊക്കെയാണ് അത് കൂടുതലും ചെയ്തു തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും, ഈ രണ്ട് സ്ഥലത്ത് എൻട്രി കിടക്കും. ഇപ്പോൾ നമ്മളുടെയൊക്കെ ക്ലോസ് സർക്കിളിൽ ഈ എന്ത് ഒന്ന് പറഞ്ഞ അടുത്തതിന് BJP കുറ്റം പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ആളുകൾ വരെയുള്ള ഒരു സമയമാണ്, ഇടതുപക്ഷക്കാരും കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഉള്ളത്. അപ്പോൾ ഈ വിഷയം രാഹുൽ ഗാന്ധി ഉന്നയിച്ചപ്പോൾ ഇതിൽപ്പെട്ടുള്ള ആളുകളൊന്നും മിണ്ടുന്നില്ല. സംഭവം എന്താണ് ഒച്ചയൊന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് ചോദിച്ചു വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞെന്താ, പുള്ളിക്ക് 2 വോട്ടുണ്ട് എന്ന് വെച്ചാൽ 2 സ്ഥലത്ത് വോട്ടേഴ്സ് ലിസ്റ്റിൽ പുള്ളിയുടെ പേര് കിടക്കുകയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് BJPയുടെ നേർക്കുള്ള ആരോപണമായിരുന്നുണ്ടെങ്കിൽ ഈ സെയിം സംഗതി ഇവിടെ ഉള്ള ഇടതുപക്ഷക്കാരൻ്റെ കയ്യിലുണ്ട്. അതാണ് ഇതിൽ ഏറ്റവും വലിയൊരു തമാശ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇവിടുത്തെ ഇടതുപക്ഷം ഇതിനകത്തൊരു വലിയ സൈലൻസ് എടുക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്. കാരണം കേരളത്തിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ഇടതുപക്ഷമാണ്. ഇപ്പോൾ കണ്ണൂർ ജില്ലയിലൊക്കെ ഈ തരത്തിലുള്ള വോട്ട് മറിക്കലും വോട്ട് ഇതേപോലെ തിരികെ കയറ്റലും ബൂത്ത് പിടിച്ചടക്കിക്കൊണ്ട് നടത്തുന്ന ആ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഗുണ്ടായിസൊക്കെ ഇവിടെ നാട്ടിൽ പാട്ടാണ്. ഇത് സംബന്ധിച്ചിട്ടൊരു പ്രസൻറ്റേഷൻ നമ്മളുടെ എസൻസിൻ്റെ വേദിയിൽ തന്നെ ശ്രീകുമാർ എന്ന് പറഞ്ഞ സാറ് അത് ചെയ്തിട്ടുണ്ട്. KM ശ്രീകുമാർ. ഇദ്ദേഹം കണ്ണൂർ ജില്ലയിൽ ഈ പ്രിസൈഡിങ് ഓഫീസറൊക്കെ ആയിട്ട് പോയിരുന്ന സമയത്ത് അവിടെ കണ്ടിട്ടുള്ള വിഷയം നേരിട്ട് പറഞ്ഞതിൻ്റെ പേരിൽ പുള്ളിക്ക് വധഭീഷണി വരെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ നടന്നിരുന്ന ഒരു സംവിധാനമാണ് സത്യത്തിൽ കേരളത്തിലുണ്ടായത്. ഇതൊക്കെ ഇപ്പോൾ ഒക്കെ കുറേ വ്യത്യാസം വന്നു എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇതിൽ തമാശ, രാഹുൽ ഗാന്ധി ഇത് പുറത്തു വിട്ടപ്പോൾ രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചത് ഇത് BJPക്കെതിരെ ഒരു ആയുധമാക്കുക എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇപ്പോൾ കറങ്ങി തിരിഞ്ഞ് വന്നപ്പോൾ എന്തായി, ഇത് കോൺഗ്രസ്സുകാർ BJPക്കാർക്കെതിരെ പറഞ്ഞ പോലെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസ്സുകാർക്കെതിരെ പറയുന്നു, കോൺഗ്രസ്സുകാർ മുസ്ലിം ലീഗുകാർ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ പറയുന്നു. ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ഇതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് രാഹുൽ ഗാന്ധി അവസാനം വിഴുങ്ങുന്ന അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത് ഈ ആരോപണം ഉന്നയിക്കൽ. അപ്പോൾ ഇതിൻ്റെ ഒരു പോംവഴി എന്താണ്? അവിടെയാണ് നമ്മൾ ഈ പറയുന്ന ഈ റിവിഷൻ നടത്തണം. ഇത് നമ്മൾ കൃത്യമായിട്ട് നോക്കി ഈ സാധനം നമ്മൾ റിവൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പോംവഴി. ഡബിൾ എൻട്രീസ് ഉണ്ടോ, അഡ്രസ് പ്രൂഫ് ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ അതിനുള്ള വഴികൾ കൊണ്ടുകൊടുക്കുക. അപ്പോൾ ഇതിലിപ്പോൾ പറയുന്നത് എന്താണ്, ഇത് ചെയ്താൽ SIR പാടില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എല്ലാവർക്കും ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവില്ല, അവർക്ക് അഡ്രസ് പ്രൂഫ് ഉണ്ടാവില്ല, അതുകൊണ്ട് കുറേ ആളുകൾ ഡിലീറ്റ് ചെയ്ത് പോകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ SIRന് ഒപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ഈ റെസിഡൻസ് പ്രൂഫ് ഇല്ലാന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള വഴി നമ്മൾ കൊടുക്കണം, അല്ലെങ്കിൽ അതിനുള്ള മറ്റ് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വഴികൾ കണ്ടെത്തണം. അല്ലാതെ അതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പുതുക്കരുതെന്ന് പറയുന്നത് ശരിയാണോ? അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് ഇവിടെ ഇപ്പോൾ SIRൽ ഇതിൻ്റെ കാരണം ഇതാണ്, ഈ പറയുന്ന ഡബിൾ എൻട്രിയും മാറിയ ആളുകളും മരിച്ചുപോയ ആളുകളും അതുപോലെയുള്ള എല്ലാ സംഗതിയും ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു രീതി. അതിനെന്ത് ചെയ്യുന്നു, ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് BLOs അവർ ഡോർ ടു ഡോർ ചെന്നുകൊണ്ട് ഇത് വെരിഫൈ ചെയ്യുന്നു, വോട്ടർ ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യുക. ഇതാണ് അവിടെ നടക്കുന്നത്. ഇനി ഹൗ ഇറ്റ് വർക്ക്സ്: collect new voter applications form 6, പിന്നെ remove invalid names form 7, correct errors in details form 8, പിന്നെ cross check with Aadhaar and government records. ഇത്രയും സാധനങ്ങളാണ് ചെയ്യുന്നത്. ഇനി വെരിഫിക്കേഷൻ നടന്നു കഴിയുമ്പോൾ എ ഡ്രാഫ്റ്റ് വോട്ടർ ലിസ്റ്റ് ഈസ് പബ്ലിഷ്ഡ് ഫോർ പബ്ലിക് ഒബ്ജെക്ഷൻസ്, ഫൈനൽ കറക്റ്റഡ് ലിസ്റ്റ് ഈസ് ഇഷ്യൂഡ് ഫോർ ദ നെക്സ്റ്റ് ഇലക്ഷൻ. ഗോൾ എന്താണ്? ആക്യുറേറ്റ്, ക്ലീൻ ആൻഡ് ട്രസ്റ്റ്വർത്തി ഇലക്ട്രൽ റോൾസ് ടു എവറി വോട്ട് കൗണ്ട്സ് ആൻഡ് കൗണ്ട്സ് ഫെയർലി. ഇതാണ് അവർ ലക്ഷ്യം. അപ്പോൾ ഇത് ബീഹാറിൽ നടപ്പിലാക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വരുമ്പോൾ ഇതിനെ ഓപ്പോസ് ചെയ്യുകയും ഒരു വശത്ത്, എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് വോട്ട് ചോറി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് രണ്ടും ചേരില്ല ഉത്തമ എന്ന് പറയുന്നത് അവിടെയാണ്. അതാണ് രാഹുൽ ഗാന്ധിക്ക് ഇതിനകത്ത് പഴച്ചു പോയത് എന്നാണ് നമ്മൾ പറയുന്നത്.
ഒന്നത്. രണ്ട്, ഇവിടെ ബാക്കിയുള്ള പാർട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങിയപ്പോൾ ഇവരുടെ മുന്നിൽ രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ ഈ ആരോപണങ്ങൾ തെളിയിക്കാൻ വേണ്ടി എല്ലാവരും മുന്നോട്ട് പോകുക, അല്ലെങ്കിൽ എല്ലാവരും ഇത് വിഴുങ്ങുക. സംഭവിച്ചിരിക്കുന്നത് എന്താണ്? എല്ലാവരും ഇത് വിഴുങ്ങുന്ന അവസ്ഥയിലേക്ക് വന്നു. ഇതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ഈ തൃശ്ശൂർ ജില്ലയിൽ നടന്ന എന്താണ് സുരേഷ് ഗോപിക്ക് വോട്ട് ഇതേപോലെ കുറേ മറിച്ചു എന്ന് പറയുമ്പോൾ 10,75,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ആൾ ജയിച്ചത് എന്ന് പറയുമ്പോൾ 60,000 വോട്ട് മറിച്ചു എന്നൊക്കെയാണ് ആരോപണം ഉന്നയിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതിൽ പ്രശ്നം അവിടുത്തെ പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ നമ്മളുടെ സുനിൽ, പുള്ളിയുടെ ഓപ്പോസിഷനായിട്ട് നിന്നിരുന്ന ആൾ സുനിലല്ലേ? യെസ്, സുനിൽകുമാർ. അപ്പോൾ പുള്ളിയുടെ മണ്ഡലത്തിൽ നിന്നൊക്കെ തന്നെ കാര്യമായ വോട്ട് സുരേഷ് ഗോപിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന സുനിൽകുമാറിൻ്റെ മണ്ഡലത്തിൽ പോലും ഈ പറയുന്ന പണി ചെയ്യുമ്പോൾ അതാണ് ബി ജെ പിക്കാർ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ എന്തെടുക്കുമായിരുന്നു? ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയും, നിങ്ങൾ പോയി ചത്തൂടെ എന്നാണ് ചോദിക്കുന്നത്. കാരണം ഈ ബൂത്ത് ലെവൽ ഓഫീസർമാർക്കായാലും അവിടുത്തെ ഏജന്റുമാർക്കായാലും ഇതൊക്കെ കാണാൻ പറ്റുന്ന സംഗതികളാണ്. അപ്പോൾ നിങ്ങൾ അവിടെ എന്തെടുക്കുമായിരുന്നു എന്നാണ് ഇവർ തിരിച്ച് ചോദിക്കുന്നത്. അപ്പോൾ ഇതൊരു അങ്ങനെ ഒരു ചോദ്യം വെക്കുന്നതോടൊപ്പം തന്നെ ബി ജെ പി ഇവിടെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. അതായത് എന്താണ്, സുരേന്ദ്രൻ ഏതാണ്ട് 80-100 വോട്ടിൻ്റെ താഴേക്കെങ്ങാണ്ടാണ് അവിടെ മഞ്ചേശ്വരത്ത് ആൾ തോൽക്കുന്നത്. അങ്ങനെ തോക്കുന്ന സമയത്ത് പോലും പുള്ളി അത് കേസ് കൊടുക്കുകയും ചെയ്തു. എന്നാൽ അതിനകത്ത് ആരോപണം ഉന്നയിച്ച് വോട്ട് അല്ലെങ്കിൽ ആ ഇലക്ഷൻ പ്രോസസ്സിന് അവിടെ കളങ്കം വരുത്തുന്ന രീതിയിൽ ആളൊന്നും ചെയ്തില്ല എന്നൊരു സാധനമാണ് അവിടെ പറയുന്നത്. അവിടെയാണ് നമ്മൾ ഇതിനകത്ത് കുറച്ചെങ്കിലും ഈ രാഹുൽ ഗാന്ധി പറയുന്നതിൽ ഒരു വിയോജിപ്പ് വരുന്ന അവിടെയാണ്. കാരണം ഇത് ഈ ഹോൾ പ്രോസസ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. അത് ആ ജനാധിപത്യം എന്ന് പറയുന്ന സാധനത്തിൻ്റെ ആ ഒരു പ്രധാനപ്പെട്ട സംഗതിയെ അടിവേര് മുറിക്കുന്നതിന് തുല്യമാണ്. അവിടെ ആ ഒരു രീതിയിലുള്ളൊരു അവിശ്വാസം ഡെവലപ്പ് ചെയ്യുന്നതിന് അത് സാധ്യത കൂടും എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. കാരണം ഇത് എവിടെയാണ് ഇത് സംഭവിച്ചത്? ഇത് ബംഗ്ലാദേശിൽ ഈ രീതിയിലാണ് കാര്യങ്ങൾ പോയത്. ബംഗ്ലാദേശിൽ അവിടെയുള്ള ഇലക്ഷനെ സംശയിക്കുന്ന രീതിയിലേക്ക് ജനങ്ങളെ കൊണ്ടെത്തിക്കുകയും അങ്ങനെ അതിന് പേരിൽ ഒരു കലാപാഹ്വാനം ഉണ്ടാകുമ്പോൾ അതിനേക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങി വരാൻ അവിടെയുള്ളൊരു ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ കീഴിലുള്ള ആളുകൾ പെട്ടെന്ന് തന്നെ വരും. അങ്ങനെ അവർ ആ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കുന്ന ഒരു പോക്കിലേക്ക് വന്നത് അത് ഈ പറയുന്ന അവിശ്വാസത്തിലൂടെയാണ്. ഈ അവിശ്വാസം ഡെവലപ്പ് ചെയ്താലുള്ള പ്രശ്നം അതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ നമ്മളെ സി ദാവൂദ് മീഡിയ വണ്ണിലിരുന്ന് നിലവിളിക്കാറുള്ള സി ദാവൂദ് അങ്ങനെ ഒരു ആഹ്വാനമാണ് ഇവിടെ പുറപ്പെടുവിച്ചത്. പുള്ളി പറഞ്ഞു, എന്താണ് രാഹുൽ ഗാന്ധി ഈ പറയുന്ന സാധനം ചെയ്തു വെച്ചിട്ട് ആരും ഒന്നും എന്താണ് പ്രതികരിക്കാത്തത് എന്നതാണ് ചോദിച്ചത്. ഞാനപ്പോൾ ആലോചിച്ചത് ഇത്രയേ ഉള്ളൂ, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചില്ല എന്ന് ചോദിച്ചാൽ ഒറ്റ കാരണമേ ഉള്ളൂ. കാരണം കേരളത്തിൽ അത് സംഭവിക്കണം, അല്ലെങ്കിൽ വലിയ ഒരു ഓൾ ഇന്ത്യ ലെവലിൽ ഇത് സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഏറ്റുപിടിക്കേണ്ട ആളുകൾ പ്രധാനപ്പെട്ടത് ആരാണ്? അത് ഈ ഇന്ത്യ മുന്നണിയിൽ തന്നെയുള്ള ബാക്കിയുള്ള ആളുകൾ. അതിൽ ഏറ്റവും പ്രധാനമാണ് ഈ ഇടതുപക്ഷ ചായ്വുള്ള ആളുകൾ. കേരളത്തിലേക്ക് വന്നാൽ അത് നമ്മളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിനാണ്. ഇവരാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഉപഭോക്താക്കൾ, ഈ ഒരു സംവിധാനത്തിൻ്റെ, ഈ ഒരു തിരിമറിയുടെ ഉപഭോക്താക്കൾ. അപ്പോൾ അതുകൊണ്ട് അവർ സൈലൻ്റാണ്. അവരിതിനകത്ത് ചാടി ഇറങ്ങിയിരുന്നുണ്ടെങ്കിൽ ഇത് നമ്മളുടെ ദാവൂദ് പറഞ്ഞ പോലെ ഒച്ചയും വിളിയാവുകയും ഇത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകാനുള്ള സാധ്യത കൂടുകയും ചെയ്തതാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇത് ഇന്ത്യ തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രതികളുടെ സ്ഥാനത്ത് ഇവിടുത്തെ ഇടതുപക്ഷം വന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മളെ രാജ്യം ഇന്ന് കത്താതെ നിൽക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇത് ഒരു തിരിച്ചറിവാണ്. ഈ ഇലക്ഷൻ പ്രോസസ്സിൽ ഇങ്ങനെ ഒരു വലിയൊരു പോരായ്മ ഉണ്ട് എന്നുള്ളത് ഒരു തിരിച്ചറിവാണ്. പക്ഷേ അത് റെക്ടിഫൈ ചെയ്യാനുള്ള സംവിധാനവും ഇവിടെ ഉണ്ട്, അതിനുള്ള നോ ഹൗ ഇവിടെ ഉണ്ട്, അതിനുള്ള ആളുകളും ഇവിടെ ഉണ്ട്. അത് ചെയ്യാതെ ഇരിക്കുക എന്ന് പറയുന്നത് ഒരു തെറ്റായ പ്രവണതയാണ്. ഇനി അത് ചെയ്യാൻ വേണ്ടി ഇതേപോലുള്ള SIR പോലുള്ള സംവിധാനമായിട്ട് ഇറങ്ങുമ്പോൾ അതിനെ തടയിടുന്നതും ഇതേ ഉന്നയിച്ച ആളുകൾ തന്നെയാകുമ്പോൾ ഇര തന്നെ അത് ചെയ്യുന്നു എന്ന് വരുമ്പോൾ അതൊരു പ്രശ്നമായി മാറുന്നത് അതുകൊണ്ടാണ്. യെസ്, കാണിക്കാറായോ മറ്റേ സ്ലൈഡ്? കാണിച്ചോ. ആരിഫ് നേരത്തെ ആരിഫ് ഇപ്പൊ പറഞ്ഞതിന്റെ ആരിഫിന്റെ ഒരു സ്റ്റോറിയിൽ ഉണ്ടായിരുന്ന ട്രോൾ ആയിരുന്നു ഇത്. ഇത് ഫുൾ സ്ക്രീനിൽ കാണിക്കേണ്ട സാധനമാണ്. കാണുന്നുണ്ടല്ലോ അല്ലേ എല്ലാവർക്കും? ഓക്കെ, ഇത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയണേ. സംഘി വന്ന് വയനാട്ടിൽ കള്ളവോട്ട്, അപ്പോൾ കമ്മ്യൂണിസ്റ്റ് തൃശ്ശൂരിൽ കള്ളവോട്ട്, അപ്പോൾ കോൺഗ്രസ്സുകാരൻ ഇടുക്കിയിൽ കള്ളവോട്ട്, അപ്പോൾ കമ്മ്യൂണിസ്റ്റ് വ്യാജ ഐ ഡി ഉണ്ടാക്കിയ അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ മുസ്ലിം ലീഗ് മാറാട് വോട്ടർ ലിസ്റ്റിൽ ക്രമക്കേട്. അങ്ങനെ ചുരുക്കി പറഞ്ഞ എല്ലാവരും വട്ടത്തിൽ 3G എന്നൊക്കെ പറയും. അതെ, പക്ഷെ ഇത് സാഡാണ്. കാരണം ഇത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ജസ്റ്റ് വേറൊരു ആ പ്രോസസ്സിന് വഴിവെക്കുന്നു എന്ന കാര്യത്തിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച സംഗതി വളരെ നല്ലതാണെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം ആ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ ആ പെർസ്പെക്റ്റീവ് ഓക്കെ. പക്ഷേ പുള്ളി കടന്ന കൈ എന്ന് പറയുന്നത് SIRനെ പിന്തുണയ്ക്കാത്തതും അതുപോലെ തന്നെ ഈ സിസ്റ്റത്തിനെ മൊത്തം അടച്ചാക്ഷേപിക്കുന്ന രീതിയിലേക്ക് വരിക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രശ്നം. അടുത്തേക്ക് പോകാം. അല്ല, ഇതില് തന്നെ
പല സ്ഥലങ്ങളിലും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഞാൻ ജസ്റ്റ് ഇത് പറയാണ്, ഇത് നമ്മുടെ ട്രംപ് ഇലക്ഷൻ സ്റ്റീൽ ചെയ്തു എന്ന് പറഞ്ഞ് 2020 ഇത് സെയിം ടൈപ്പ് ഓഫ് ഇതായിരുന്നു. അദ്ദേഹം പറയുന്നത് വൈഡ് സ്പ്രെഡ് ഫ്രോഡ് ഉണ്ടായിരുന്നു. ഇപ്പോഴും അദ്ദേഹം അന്നത്തെ അതായത് ബൈഡൻ ജയിച്ചതിന് അദ്ദേഹം വിശ്വസിക്കുന്നില്ല, അദ്ദേഹം തോറ്റതായിരുന്നു. അപ്പം ഇത് ഓർമ്മ ഉണ്ടാവില്ലേ, Jan 6 ക്യാപ്. പുള്ളി ഓഫീസിൽ നിന്ന് ഇറങ്ങാതിരുന്നൊക്കെ. പുള്ളി തന്നെയാണ് ആഹ്വാനം ചെയ്തത്. പലരും മരിക്കുകയൊക്കെ ഉണ്ടായി. ഞാൻ പറയുന്നത് ഇങ്ങനത്തെ റെസ്പോൺസിബിൾ ക്ലെയിംസ് വരുത്തുമ്പോൾ ഇതുമാതിരിയുള്ള പ്രൊട്ടസ്റ്റുകൾ അൺകൺട്രോളബിൾ ആകുമ്പോൾ പിന്നെ ഇത് നമ്മ പിടിച്ചാൽ കിട്ടൂല അല്ലേ. അതെ. പിന്നെ വേറൊരു കാര്യം, ഇങ്ങനെ കുറച്ച് എക്സാമ്പിൾ വെച്ചിട്ട് മൊത്തം എന്താണ് പറയാ, കലക്കവെള്ളം സിസ്റ്റത്തിനെ പോയ്സൺ ചെയ്ത് അതിന്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്തുന്നു. പക്ഷെ അഗൈൻ ഇതൊക്കെ അന്വേഷിക്കേണ്ടത് തന്നെയാണ്. ദേ ഷുഡ് യൂസ് ദിസ് ആസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു കറക്റ്റ് ദ സിസ്റ്റം ആൻഡ് ടു മേക്ക് ബെറ്റർ പ്രോസസ്സസ് അല്ലേ. അതാണ് പറയാനുള്ളത്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.